Hi friends, Assalamu alaikum. Welcome back to my channel Mymoonz kitchen. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴും ദം ചെയ്തിട്ടുള്ള ബിരിയാണിയല്ല. അപ്പോൾ ഇന്ന് ഞാൻ ദം ചെയ്യാത്ത നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത്. അടിപൊളിയാണ്, വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ഒരു മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ചിക്കൻ ഞാൻ നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടിന് ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഇതിപ്പം കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കുക, ഇല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും അടിപൊളിയായിരിക്കും. അപ്പം അത്രയും സമയം ഇല്ലാത്ത ആൾക്കാർ 1/4 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. പിന്നെ നാരങ്ങ നീരിന് പകരം നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ സിർക്ക, അതായത് വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായി വെച്ചിന്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പം 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാനായി വെക്കുന്നുണ്ട്. ഒരു 90% വെന്ത് വന്നാൽ മതി, ബാക്കിയുള്ളത് ഗ്രേവിയിൽ കിടന്നങ്ങ് വെന്തോളും. അങ്ങനെ ഇതാ ചിക്കൻ ഏകദേശം ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഈ ഒരു ഗ്രേവി എന്ന് പറയുന്നത് ഇത് കളയരുത്, അല്ലെങ്കിൽ വറ്റിക്കുകയൊന്നും ചെയ്യേണ്ട. നമുക്കത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പം കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ തലശ്ശേരി ബിരിയാണിക്ക് ബിസ്ത ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഞാനിപ്പം മസാലയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഗാർണിഷിങ്ങിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൊരിച്ചെടുക്കുന്നത്. മസാലയിൽ ചേർക്കണമെന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല, നമ്മളെന്തായാലും ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കും. പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മസാലയിൽ ചേർക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഉള്ളി പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതേ കടായിൽ ഈ ഓയിലിൽ തന്നെ ഞാനിപ്പം ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള വെന്ത് വന്നിട്ടുള്ള ചിക്കനാണല്ലോ. അപ്പോൾ ഇതിനെയൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പം ചിക്കൻ എല്ലാം ഞാൻ നന്നായി പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പം ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉള്ളിയും ചിക്കനൊക്കെ പൊരിച്ച ആ ഒരു ഓയിലുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി, എന്താ പറയുക, സവാള ശരിക്കും നന്നായി കുഴഞ്ഞ് വഴന്ന് വരണം. അപ്പോൾ അതുവരെ ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പം സവാളയിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ആ ഒരു സ്റ്റോക്ക് ചേർക്കുമ്പോൾ അതിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു ബിരിയാണിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോലെയല്ല, കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ പൊടികൾ ചേർക്കില്ലല്ലോ, അതുകൊണ്ടാണ് എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ മുളക് പൊടിയുടെ ടേസ്റ്റും എരിവും കൂടുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്തിട്ട് നന്നായി വഴറ്റിയിട്ട് കുഴച്ചെടുക്കണം. അതായത് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടണം. അപ്പം ഞാൻ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും ഉള്ളിയും അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഈ തക്കാളിയൊക്കെ എന്താ പറയുക ഉടഞ്ഞു കിട്ടും, നന്നായി കുഴഞ്ഞു കിട്ടും. അങ്ങനെ ഇനി സ്റ്റോക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു സ്റ്റോക്കിൽ കിടന്നിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടെ നന്നായി ഒന്ന് അലിഞ്ഞ് വഴന്ന് വരണം. അപ്പം ഞാനിതിലേക്ക് ഇനി ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഇപ്പം പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് വേണോ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ഞാനിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാകുമ്പം ചിക്കൻ്റെ എല്ലാ സത്തും അതിലിറങ്ങിയതാണല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മസാല. ഇനിയിപ്പം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ആ ഒരു മസാലയിൽ ചിക്കനൊക്കെ നന്നായി പിടിച്ച് ചിക്കൻ ഒന്ന് തിളച്ച് വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 പിടിയോളം ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. എക്സ്ട്രാ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് കുറച്ച് പൊഴിച്ച് കൊടുക്കണം, കുറച്ച് ഗ്രേവി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വറ്റി വരും. ഞാനിപ്പം അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടെ എക്സ്ട്രാ കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞ് വിതറി കൊടുക്കാം. നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ മസാല റെഡിയായി. ഇനിയിപ്പം ഞാനിത് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നെയ്ച്ചോറ് സാധാരണ നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാനിപ്പം വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഡാൽഡ അല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗീ ആണ് എടുത്തത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഗീയും 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ആണ് എടുത്തത്. നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പം നെയ്ച്ചോറിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം എല്ലാം കൂടെ നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിന് കണക്കായിട്ട് 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഡബിൾ ആക്കിയിട്ട് അതിൻ്റെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കുറച്ചതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം 5 മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറക്കുമ്പോൾ ഇതാണ് അവസ്ഥ. വെള്ളമൊക്കെ ഒന്ന് ചോറിൻ്റെ ലെവലായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിൽ അരിഞ്ഞത്, കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, കുറച്ച് അതായത് 1 പിടിയോളം ഉള്ളി, ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി, 3ഉം കൂടെ മിക്സ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം പൊരിച്ച ഉള്ളിയും അതുപോലെ ക്യാരറ്റും ഈ പറഞ്ഞ മല്ലിയിലയും ഒക്കെ കൂടെ വന്നപ്പം അടിപൊളി മണവും ടേസ്റ്റുമാണ്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഏറ്റവും സിമ്മാക്കി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി തുറക്കുമ്പോൾ ഇതാണ് കാണാനുള്ള അവസ്ഥ. എന്താ പറയുക, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടി തൊട്ടങ്ങ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ നമുക്കിതൊന്ന് ഫ്ലെയിമൊന്നും ഇല്ലാണ്ട് അടച്ച് വെക്കാം. അതിനുശേഷം പിന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഇതാ ഞാൻ സെർവ് ചെയ്യാണ്. അപ്പം സെർവ് ചെയ്യുക എന്ന് പറയുമ്പം സാധാരണ നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുമ്പം ദം ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ദം ഇല്ലാത്ത ബിരിയാണിയല്ലേ. സാധാരണ നമ്മൾ എന്താ പറയുക, മസാലയും റൈസും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതും. അപ്പം ഈ ഒരു ബിരിയാണി അടിപൊളിയാണ്, വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഈ ഒരു ദം ചെയ്തിട്ടുള്ള ബിരിയാണി എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നൊരു ബിരിയാണി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം. അപ്പം പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.